28-ന് യുഎസും ഇസ്രായേലും നടത്തിയ മിന്നലാക്രമണത്തിൽ പിന്നീട് ഇറാന്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മുസ്തഫ ഖമേനി രക്ഷപ്പെട്ടത് സെക്കൻഡുകളുടെ ഇടവേളയിലെന്ന് റിപ്പോർട്ടുകൾ. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട അതിശക്തമായ ഇസ്രായേലി യുഎസ് മിസൈൽ ആക്രമണത്തിൽ നിന്നും പുതിയ നേതാവ് മുസ്തഫ ഖമേനി രക്ഷപ്പെട്ടത് അത്ഭുതകരമായിട്ടാണ്. കൊട്ടാരത്തിൽ മിസൈലുകൾ പതിക്കുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങിയതിനാലാണ് മുസ്തഫ മരണത്തിൽ നിന്നും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടതെന്ന് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിയൻ ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ രഹസ്യ യോഗത്തിന്റെ ചോർന്ന ഓഡിയോ ദൃശ്യങ്ങളെ ഉദ്ധരിച്ചാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. മിസൈൽ വീഴുന്നതിന് തൊട്ടു മുൻപ് എന്തോ ആവശ്യത്തിനായി മുസ്തഫ മുറിയിൽ നിന്നും പുറത്തെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിയെന്നും അതാണ് ജീവൻ രക്ഷിച്ചതെന്നും ഖമേനിയുടെ ഓഫീസിലെ പ്രോട്ടോകോൾ വിഭാഗം മേധാവി മസാഹർ ഹൊസൈനി ഉദ്യോഗസ്ഥരോട് വിശദീകരിക്കുന്നതാണ് ഓഡിയോയിലുള്ളത്. അതിശക്തമായ 3 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഖമേനിയുടെ കൊട്ടാരത്തിൽ പതിച്ചത്. ഇതിൽ ഒന്ന് അലി ഖമേനി ഇരുന്നിരുന്ന ഭാഗത്തും മറ്റൊന്ന് മുകളിലത്തെ നിലയിലുള്ള മുസ്തഫയുടെ താമസ സ്ഥലത്തുമാണ് വീണത്. ആക്രമണത്തിൽ അലി ഖമേനിയും ഡസൻ കണക്കിന് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ബന്ധുക്കളും തൽക്ഷണം കൊല്ലപ്പെട്ടു. ഇറാന്റെ സൈനിക മേധാവി മുഹമ്മദ് ഷിറാസിയുടെ ശരീരം മിസൈൽ പ്രഹരത്തിൽ ചിതറിത്തെറിച്ചുവെന്നും കുറച്ചു കിലോ മാംസം മാത്രമാണ് അദ്ദേഹത്തിൻ്റെതായി പിന്നീട് കണ്ടെത്താനായതെന്നും ഓഡിയോയിൽ ഹൊസൈനി വിവരിക്കുന്നുണ്ട്. മുസ്തഫയുടെ സഹോദരി ഭർത്താവ് മിസ്ബ അൽ ഹുദ ബാഗേരി ഖാനിയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കെട്ടിടത്തിന്റെ താഴത്തെ നില വരെ തുളച്ചു കയറുന്ന അത്രയും ശേഷിയുള്ള മിസൈലുകളാണ് ഇസ്രായേൽ ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണത്തിൽ മുസ്തഫയുടെ കാലിന് ചെറിയ പരിക്കേറ്റിരുന്നു. എന്നാൽ ആക്രമണത്തിന് ശേഷം അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്തത് പലവിധ ഊഹാപോഹങ്ങൾക്കും വഴിമരുന്നിട്ടിട്ടുണ്ട്. മുസ്തഫയുടെ മുഖം വികൃതമായെന്നും അതല്ല അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുസ്തഫയുടെ കാര്യത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതായി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം മരിച്ചുവെന്നും മുഖം വികൃതമായെന്നും പലരും പറയുന്നുണ്ട്. എന്നാൽ സത്യം എന്താണെന്ന് നമുക്കറിയില്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. നിലവിൽ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ വഴി പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിൽ രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന് മുസ്തഫ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ദൃശ്യങ്ങൾ പുറത്തുവിടാത്തത് ഇറാൻ ഭരണകൂടത്തിനുള്ളിലെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അതേസമയം ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും അദ്ദേഹം നിലവിൽ റഷ്യയിൽ അതീവ രഹസ്യമായി ചികിത്സയിലാണെന്നും റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കുവൈറ്റ് ആസ്ഥാനമായുള്ള അൽ ജരിദ പത്രമാണ് ഈ നിർണായക വിവരം പുറത്തുവിട്ടത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക വാഗ്ദാനത്തെ തുടർന്ന് സൈനിക വിമാനത്തിൽ മുസ്തഫയെ മോസ്കോയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അതീവ രഹസ്യമായി നടന്ന ഈ നീക്കത്തെക്കുറിച്ച് റഷ്യൻ നയതന്ത്രജ്ഞൻ ദിമിത്രി പെസ്കോവ് പ്രതികരിക്കാൻ വിസമ്മതിച്ചതോടെ സംഭവത്തിലെ ദുരൂഹത വർദ്ധിച്ചിരിക്കുകയാണ്. മുസ്തഫ ഖമേനി കൊല്ലപ്പെട്ടുവെന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ പ്രസ്താവന നടത്തിയിരുന്നുവെങ്കിലും അദ്ദേഹം ജീവനോടെ ഉണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ ഉദ്ധരിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ പരിക്കുകൾ ഗുരുതരമായതിനാൽ അദ്ദേഹത്തിന്റെ ആശയവിനിമയങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ IRGCയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. പുറം ലോകത്തേക്ക് എത്തുന്ന അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ IRGC ഉദ്യോഗസ്ഥർ വഴിയാണ് കൈമാറുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.